നവകേരള സദസ്സിന്റെ ക്യാപ്റ്റൻ അല്പം കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം കുണ്ടറയിൽ നിന്ന് മന്ത്രിസഭയോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രധാനമായും അദ്ദേഹത്തെ കേൾക്കാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ലോക ജനാധിപത്യത്തിന്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ ഇന്ന് 13ാമത്തെ ജില്ലയിലാണ് നിൽക്കുന്നത്. നാളെ 3 മണ്ഡലങ്ങൾ കൂടി കഴിയുമ്പോൾ 13 കഴിഞ്ഞ് വർക്കലയിൽ 14ാമത്തെ ജില്ലയിലേക്ക് എത്തും. 14ാമത്തെ ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഉൾച്ചേരുന്ന ഒന്നായി നവകേരള സദസ്സ് വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആളുകൾ, ഈ നവകേരള സദസ്സിനകത്ത് പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എത്രമാത്രം ഈ സദസ്സിനെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കൊല്ലത്തിന്റെ ചരിത്രത്തിലെ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ ഈ ജനാവലി എന്നുള്ളത്. ഞങ്ങൾ നവകേരള സദസ്സ് എല്ലാവരുടേതുമാണ്. LDFന്റെയോ അല്ലെങ്കിൽ CPMന്റെ മാത്രമോ ആയൊരു സദസ്സല്ലത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സദസ്സ്. ഇതിവിടെ ബഹുമാനായ മന്ത്രി രാജൻ പറഞ്ഞു, പ്രതിപക്ഷം ബഹിഷ്കരണത്തിലൂടെ വിട്ടുനിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ബഹിഷ്കരിച്ചവരെ ആകെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഒരൊറ്റ മനസ്സുമായി ഈ നവകേരള സദസ്സിനകത്ത് അണിചേരുന്നത്. നവകേരള സദസ്സിലൂടെ ഞങ്ങൾ എന്താണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, കേരളം എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്? കേരളം ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? 2, നവകേരളം എന്നതുകൊണ്ട് ഞങ്ങൾ എന്താണ് വിഭാവനം ചെയ്യുന്നത്? 3, നവകേരള സൃഷ്ടിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം തടസ്സങ്ങൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്നു, പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്? ഈ 3 ഭാഗങ്ങളാണ് ഞങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കേരളം ലോകത്തിന് മുൻപിൽ ഒരു സവിശേഷമായ വികസന മാതൃകയാണ്. ആ വികസന മാതൃകയുടെ പ്രത്യേകത വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവ്, സാമൂഹ്യ ക്ഷേമ മേഖലയിലെ പുരോഗതി, മാനവ വികാസ സൂചകങ്ങളിൽ ലോകത്തിലെ ഏത് വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കാവുന്ന മുന്നേറ്റം, അതാണ് കേരളം. കോഴിക്കോട് IIM ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു മുഴുപേജ് അഭിമുഖത്തിൽ പറഞ്ഞു, കേരളത്തെ താരതമ്യം ചെയ്യാൻ കഴിയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായി മാത്രമാണ്. അത്രമാത്രം സാമൂഹ്യ സൂചകങ്ങളിൽ, മാനവ വികാസ സൂചകങ്ങളിൽ കേരളം ഏറെ മുൻപിൽ നിൽക്കുകയാണ്. ആ നേട്ടങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം? വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്താം? അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ മാറ്റങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു. നവകേരളത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വൈജ്ഞാനിക സമൂഹമാണ്. നവകേരളത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു അറിവ് അധിഷ്ഠിത സമ്പദ്ഘടനയാണ്. നവകേരളത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അറിവ് അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ്. നവകേരളത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം അർദ്ധവരുമാന വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. നവകേരളത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തെ ഏറ്റവും മെച്ചപ്പെട്ട പ്രതിശേഷ വരുമാനമുള്ള ഒരു പ്രദേശമാക്കി മാറ്റി തീർക്കുകയുമുള്ളതാണ്. ആ വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തിയായി ഞങ്ങൾ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ്. ആ ഉന്നത വിദ്യാഭ്യാസ രംഗം വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയുടെ ആ പതാകവാഹകരായി മാറണം. ഇപ്പൊ ഇവിടെ റോഷി അഗസ്റ്റിൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടാകാം. എന്നാൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 7.5 വർഷക്കാലമായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. പ്രത്യേകിച്ചും 2ാം പിണറായി സർക്കാർ കേന്ദ്രീകരിക്കുന്ന മേഖലകളിലൊന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്. കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, മലയാള മാധ്യമങ്ങളിൽ അധികം വരാനിടയില്ല. 1600 വിദ്യാർത്ഥികൾ, 45 രാജ്യങ്ങളിൽ നിന്നുള്ള 1600 വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ
ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ ഒരു മലയാള പത്രങ്ങളിലും കാണാനിടയുള്ള കാര്യമല്ല. 81 വിദേശ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ പഠിക്കുന്നു. കേരളീയത്തിന്റെ ഭാഗമായി ബഹുമാന്യനായ മുഖ്യമന്ത്രി വിദേശ വിദ്യാർത്ഥികളുമായിട്ടുള്ള ആശയ സംവാദം നടത്താൻ തീരുമാനിച്ചപ്പോ കണക്ക് കൂട്ടിയതിനേക്കാളും എത്രയോ അധികം ആ ഹോളിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വിദേശ രാജ്യങ്ങളിൽ വിദ്യാർത്ഥികൾ ആ സംവാദത്തിലേക്ക് വന്നു. കേരള സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതു സർവകലാശാല നാക്കിന്റെ അക്രഡിറ്റേഷനിൽ A++ ഗ്രേഡ് നേടി. ലോകത്തിലെ ആദ്യത്തെ 500 സർവകലാശാലകളിൽ ഒന്നായി MG സർവകലാശാല തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും റാങ്കിങ്ങിനകത്ത് മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തി. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് കേൾക്കുമ്പോൾ കടുപ്പമുള്ള പദങ്ങളാണ് എന്ന് തോന്നുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ബിഗ് ഡാറ്റ അനാലിസിസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയും കോഴ്സുകളിലൂടെ 10,000-കണക്കിന് കുട്ടികൾ പുറത്തേക്ക് വരികയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. നമ്മുടെ വീട്ടിൽ കുട്ടികളോട് ചോദിച്ചാൽ ഇതെന്തൊക്കെയാണ് അതിവേഗത്തിൽ പറഞ്ഞു തരും. പുറത്തുനിന്ന് കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നു. അതിന്റെ തുടർച്ചയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്ത് ബഹുമാനായ പ്രധാനമന്ത്രി തന്നെ ശിലാസ്ഥാപനം നിർവഹിച്ചു. അതിന്റെ തുടർച്ചയിൽ 3 സയൻസ് പാർക്കുകൾ കേരളത്തിൽ വരികയാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ തകർക്കാൻ, ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമുണ്ട്. ആ ശ്രമത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായി ഗവർണർ മാറിയിരിക്കുന്നു. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. ഗവർണർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം പ്രസിഡന്റിനോട് മാത്രമാണ്. ശരിയാണ്. പക്ഷെ ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ ഒരു ആവശ്യം വന്നു, ഈ ഗവർണറും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പദവിയാക്കിയാലോ. അപ്പൊ അംബേദ്കർ ചോദിച്ചു, ഒരു അധികാരമില്ലാത്ത പദവിയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ? അതുകൊണ്ട് ഇങ്ങനെ തന്നെ മതി. അംബേദ്കർ അന്ന് ചാൻസലർ ഞങ്ങൾ കൊടുത്ത പദവിയാണ്. ചാൻസലർ നിയമസഭ നൽകിയ അധികാരം മാത്രമാണ്. ഗവർണർക്ക് രാഷ്ട്രപതിയോട് മറുപടി പറഞ്ഞാൽ മതി. ചാൻസലർ വേണമെന്ന് വെച്ചാൽ നിയമസഭ കമ്മിറ്റിക്ക് വിളിക്കാം. അതുകൊണ്ടാണ് പൂഞ്ചി കമ്മീഷൻ പറഞ്ഞു, സർക്കാരിയ കമ്മീഷൻ പറഞ്ഞു, ഗവർണർ ചാൻസലറുടെ പദവി ആ പദവി കൂടി വഹിക്കുമ്പോൾ പല പ്രായോഗികമായ സങ്കീർണതകളും ഉണ്ടാകും. അതുകൊണ്ട് 2 കമ്മീഷനുകൾ പറഞ്ഞു, ഗവർണർമാർ ചാൻസലർമാരാകാനേ പാടില്ല. കോടതിക്ക് ഗവർണർക്ക് സമൻസ് അയക്കാൻ പറ്റില്ല. കോടതിക്ക് ചാൻസലർക്ക് സമൻസ് അയക്കാം. കോടതിക്ക് ഗവർണറെ വിളിച്ചു വരുത്താൻ പറ്റില്ല. ഇമ്മ്യൂണിറ്റി ഉണ്ട് ഭരണഘടനയിൽ. ചാൻസലറെ കോടതിക്ക് വിളിച്ചു വരുത്താം. വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ സമരം ചെയ്യുമില്ല. വിദ്യാർത്ഥികൾ ചാൻസലർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. ചാൻസലർക്കെതിരെ സമരം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കാനാണ്. ഞങ്ങൾ ഒരു ബില്ല് കൊണ്ടുവന്നു. UGC പറഞ്ഞു, വൈസ് ചാൻസലർ നിയമിക്കുന്ന കമ്മിറ്റി 5-അംഗ കമ്മിറ്റി ആയിരിക്കണം. അതിലൊരാൾ UGCയുടെ പ്രതിനിധിയായിരിക്കണം. സുപ്രീം കോടതി പറഞ്ഞു, നേരത്തെ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് UGCയുടെ റെഗുലേഷൻ അല്ല, സംസ്ഥാന നിയമമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതി മറ്റൊരു വ്യാഖ്യാനം നൽകി, UGCയാണ് പ്രധാനം. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു, സംസ്ഥാനങ്ങൾ UGC റെഗുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ നിയമം മാറ്റണം, ഭേദഗതി ചെയ്യണം. ഞങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി നിയമം ഭേദഗതി ചെയ്തു. 5 അംഗങ്ങളുടെ സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർ തെരഞ്ഞെടുക്കാൻ. അതിലൊരാൾ UGC പ്രതിനിധി, മറ്റൊരാൾ ചാൻസലറുടെ പ്രതിനിധി, വേറൊരാൾ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി, മറ്റൊരാൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പ്രതിനിധി. അങ്ങനെ 5 പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആ കമ്മിറ്റി അപേക്ഷകൾ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി ഒരു പാനൽ ചാൻസലർക്ക് നൽകണം. ആ പാനലിൽ 3 പേരുണ്ടായിരിക്കണം. നേരത്തെ ഒരാളുണ്ടെങ്കിലും കൊടുക്കാമായിരുന്നു, അതും മാറ്റി ഞങ്ങൾ. ഇത് അംഗീകരിച്ചില്ല.
കമ്മിറ്റി തീരുമാനമെടുക്കുന്നത് ഏകകണ്ഠമായോ ഭൂരിപക്ഷ പ്രകാരമോ ആയിരിക്കണം തീരുമാനിച്ചു. ഗവർണറുടെ ചോദ്യം ഞങ്ങളിത് വിശദീകരിക്കാൻ ചെന്നല്ലോ. അപ്പൊ ഗവർണർ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഭൂരിപക്ഷം പറ്റില്ല. അപ്പൊ ഞാൻ അമേരിക്ക ജഡ്ജ്മെന്റുകൾ എന്താണ് കമ്മിറ്റി എങ്ങനെ തീരുമാനമെടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മെജോറിറ്റി എല്ലാം കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പേര് തരാം, ആ പേരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കും. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് അങ്ങനെയാണെങ്കിൽ പിന്നെ UGC പറയേണ്ടത് UGC ഒരു പേരയച്ച് ചാൻസലർക്ക് കൊടുക്കുക, മറ്റാളുകൾ ചാൻസലർക്ക് പേരയച്ചു കൊടുക്കുക, കമ്മിറ്റി വേണ്ടല്ലോ. കമ്മിറ്റി കളക്റ്റീവ് ഫംഗ്ഷനിങ് ആണ്. ലോകത്തെല്ലായിടത്തും കമ്മിറ്റി കൂട്ടായി പ്രവർത്തിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ചാൻസലർ അതിനടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന വ്യവസ്ഥ ഗവർണർ അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? അത് ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ തുടരാൻ താല്പര്യമുള്ളത് യൂണിവേഴ്സിറ്റികളെ സംഘവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്, സഫ്രണൈസേഷൻ. അതിന്റെ തുടർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു ചാൻസലറായിരിക്കാൻ താങ്കൾക്ക് അധികാരമില്ല. ചാൻസലർ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധമുള്ള ഒരാളായിരിക്കണം, അതിനൊക്കെ ഔന്നത്യമുള്ള ആളായിരിക്കണം. പുതിയ ബില്ലും കൂടി പാസാക്കി. സുപ്രീം കോടതി പറഞ്ഞു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന് പ്രാമുഖ്യം. തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന്റെ തീരുമാനത്തെ തെരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിക്ക് അട്ടിമറിക്കാൻ അധികാരമില്ല, സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ ഒപ്പിട്ടില്ല. നിയമസഭ തീരുമാനിച്ചു ചാൻസലറായി ഗവർണർ തുടരേണ്ടതില്ല. നിയമസഭ എടുത്ത തീരുമാനം പൂർണ്ണമായും ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. ഏതെങ്കിലും ഒരു ചാൻസലർ ഇതുപോലെ പ്രവർത്തിക്കുമോ? ഗവർണർക്ക് ഒരു പ്രത്യേകത, 35 വയസ്സായാൽ മതി, ആർക്കും ഗവർണറാകാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണേ പ്രായപൂർത്തിയാകും വേണം, സൗണ്ട് മൈൻഡും വേണം. അതുപോലും ഗവർണർക്ക് വേണ്ട, 35 വയസ്സ് മതി. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം അവിടെ പോയി പ്രവർത്തിക്കുമ്പോ അദ്ദേഹം നടത്തിയ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. സർവകലാശാലയിലെ വൈസ് ചാൻസലർ UGC പറയുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹെഡ് ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി. യൂണിവേഴ്സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വൈസ് ചാൻസലറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമം ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്, വൈസ് ചാൻസലർക്കുമുണ്ട്. ലോകമെങ്ങും ആദരിക്കുന്ന ശാസ്ത്രജ്ഞൻ പണ്ഡിതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിളിച്ചിട്ട് കൂലി വേലക്കാരനെ പോലെ അധിക്ഷേപിക്കാൻ ഏത് സംവിധാനമാണ് ചാൻസലർക്ക് അധികാരം നൽകുന്നത്? ജനാധിപത്യത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബോധം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നു. അദ്ദേഹം മിഠായി തെരുവിലൂടെ നടന്നത് നല്ലത്. കാരണം കേരളത്തിൽ ഏതൊരാൾക്കും ഏത് സമയത്തും ഏത് തെരുവിലൂടെയും സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന അത്രയും ഭദ്രമാണ് ക്രമസമാധാനം. സ്വസ്ഥമായിട്ട് നടക്കാം. പിന്നെ ബഹളം ഉണ്ടാക്കി പോയാൽ നമ്മുടെ ഉത്തരവാദിത്തം ഭരണഘടനാ പദവിയിലല്ലേ. മാതൃഭൂമി പത്രം എഴുതി ഗവർണറെ ആക്രമിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിടാം. ഇതാരും ഇംഗ്ലീഷിലാക്കി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് വിധി വായിച്ചാൽ മനസ്സിലാക്കും എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത്. അപ്പൊ കേരളത്തിൽ ഞങ്ങൾ ഗവർണറുമായിട്ടൊരു പരസ്യ ഏറ്റുമുട്ടലിനും വരുന്നില്ല. ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയവൽക്കരണം ശ്രമിക്കുമ്പോ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു നേരിട്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് അമ്പരപ്പിക്കേണ്ടതാണെങ്കിലും പറഞ്ഞാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്കൊന്നും അമ്പരക്കേണ്ടി വരില്ലാത്ത ഒരു പ്രതികരണം KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു സംഘപരിവാരും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവര് സർവകലാശാലയിലേക്ക് അവരുടെ ആളുകൾ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എവിടെ നിന്നാണ് KPCC പ്രസിഡന്റ് ഇത് പറയുന്നത്? ഏത് കാലത്താണ് പറയുന്നത്? ഏത് രാജ്യത്താണ് പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്ന ഒരു കാലം. ജനാധിപത്യത്തിന്റെ ഭാഗമായ സംഘപരിവാരത്തിന്റെ വക്താവിനെ NCERT-യുടെ ചുമതല ഏൽപ്പിച്ച് ഒരു പുസ്തകം വന്നില്ലേ?
പണ്ഡിതൻ എന്ന നിലയിൽ കെ സുധാകരൻ അംഗീകരിക്കുന്നുണ്ടോ മഹാത്മാഗാന്ധിയുടെ വധം, അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന ഭാഗം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ചരിത്രങ്ങൾ ഭാവി തലമുറ പഠിക്കേണ്ടതില്ല എന്നുള്ള ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായ സംഘപരിവാരത്തിന്റേതാണ് എന്നാണ് കെ സുധാകരൻ കാണുന്നത്? ഇവിടെ ബഹുമാനായ റവന്യൂ മന്ത്രി പരാമർശിച്ചു പോയില്ലേ? ജവഹർലാൽ നെഹ്റു സർവകലാശാല തുടങ്ങി എല്ലാ കേന്ദ്ര സർവകലാശാലകളും ഔന്നത്യത്തിന്റെ രൂപങ്ങളായി കണ്ടിരുന്ന ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എല്ലാത്തിന്റെയും മതനിരപേക്ഷ ഉള്ളടക്കം തട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അദ്ദേഹത്തിന് പറയാം, അദ്ദേഹം പണ്ട് ശാഖയ്ക്ക് കാവലും എന്നിട്ട് ചരിത്രമുള്ള ആളാണ്, BJPയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ വഹിക്കുന്ന സ്ഥാനവും പ്രവർത്തിക്കുന്ന മേഖലയും അറിയേണ്ടതില്ലേ? ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം നവകേരളത്തിന്റെ ഭാഗമായി കാണുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ വ്യവസായ മേഖലയിലേക്ക് വരണം. ഇപ്പോ ചിലർ പറയുന്നുണ്ടല്ലോ കേരളം ഇനി അടുത്തതുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണം കേരളത്തിൽ. കേരളം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണോ? സാമ്പത്തികമായി ഞെരുക്കമുണ്ട്. ആ ഞെരുക്കത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നിവിടെ പരാമർശിച്ചു പോയിട്ടുണ്ട്. കേരളം 12% സാമ്പത്തിക വളർച്ചയുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6ൽ നിന്ന് 8ലേക്ക് മാറി എന്ന് പറയുമ്പോൾ കേരളം 12% സാമ്പത്തിക വളർച്ചയുണ്ട്. അതിനകത്ത് വ്യവസായ മേഖലയുടെ വളർച്ചാ നിരക്ക് 17.2%. കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായിട്ടാണ് സാമ്പത്തിക വളർച്ചയുടെ മുകളിലേക്ക് വ്യവസായ വളർച്ച വന്നിട്ടുള്ളത്. ഇപ്പൊ 17.2% വ്യവസായ വളർച്ച. അതിനകത്ത് മാനുഫാക്ചറിംഗ് മേഖലയുടെ വളർച്ച 18.9%. കേരളത്തിന്റെ സമ്പദ്ഘടന മികച്ച രീതിയിൽ ധനകാര്യ മാനേജ്മെന്റോട് മുൻപോട്ട് പോവുകയാണ്. ബഹുമാനായ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അവരെ സ്വീകരിക്കാം.
ഞാൻ മുഖ്യമന്ത്രി ഇതിപ്പോ ഇവിടെ പറയുകയല്ല. എന്നാൽ 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയെടുത്തപ്പോ നേരെ ഡോക്ടർ പിള്ളയെ വിളിച്ചതായി അദ്ദേഹം പറയുകയാണ്. അതിവേഗത്തിൽ തീരുമാനം, അതിവേഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ, നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ട് ഡോക്ടർ പിള്ള പറയുന്നു, ഇന്നായിരുന്നുവെങ്കിൽ പുറത്തേക്ക് പോകേണ്ടതില്ല. IT മേഖലയ്ക്കകത്ത് കൊഗ്നിസൻ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും. IT മേഖലയിൽ ടാറ്റ എലക്സി അവരുടെ 60% ജീവനക്കാർ കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ. TCS തിരുവനന്തപുരത്തൊപ്പം തന്നെ 36 ഏക്കറിൽ കൊച്ചിയിൽ ക്യാമ്പസ് വരുന്നു. ഫ്രഞ്ച് വിമാന കമ്പനി എയർബസിന്റെ എഞ്ചിൻ ഉണ്ടാക്കുന്ന സാഫ്രോൻ അതിനകത്ത് ജോലി ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് സംവിധാനം വന്നിരിക്കുന്നു. BMW ഉൾപ്പെടെയുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കാറുകളുടെ ഇലക്ട്രോണിക്സ് മേഖല കൈകാര്യം ചെയ്യുന്ന ഡി സ്പേസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചിയിൽ സെന്റർ ഓഫ് എക്സലൻസ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല, അവർക്ക് ഇവിടെ ജോലി ചെയ്യാം. ലോകത്താദ്യമായി ഒരിടം പറഞ്ഞു, ഇവിടെ ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമാണ്. കേരളം പറഞ്ഞു, ഇന്റർനെറ്റ് പൗരന്റെ അടിസ്ഥാന അവകാശം. കാനഡ ചിന്തിക്കുന്നേയുള്ളൂ അടിസ്ഥാന അവകാശമാക്കാൻ. അതിവേഗത്തിൽ കണക്ടിവിറ്റി എല്ലാ വീടുകളിലേക്കും. ഈ ഗവൺമെന്റ് LDF പ്രകടന പത്രികയിൽ പറഞ്ഞു 20 ലക്ഷം പേർക്ക് തൊഴിൽ. കേരളത്തിന്റെ ഒരു പ്രത്യേകത, ലോകത്ത് ഏറ്റവും അധികം അഭ്യസ്ത വിദ്യരായ വീട്ടമ്മമാർ താമസിക്കുന്ന ഇടം കൂടിയാണ് കേരളം. BCom വീട്ടമ്മ, BTech വീട്ടമ്മ, MTech വീട്ടമ്മ, MBA വീട്ടമ്മ, ഇതൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി. ഇപ്പൊ കുറച്ചൊക്കെ മാറി തുടങ്ങിയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കല്യാണം, കുഞ്ഞുങ്ങളൊക്കെ ആയി പിന്നെ വീട്ടിലേക്ക് അങ്ങ് പോകും. നല്ല മാനവ വിഭവശേഷി വീട്ടിൽ. കുടുംബശ്രീ വഴി സംവിധാനം സർവേ നടത്തി KDisk ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ കഴിവുകളെ പൊടി തട്ടിയെടുക്കും. BCom കഴിഞ്ഞയാൾ അമ്മത്തെ BCom വെച്ച് ഇമ്മത്തെ കണക്കുകൾ നോക്കാൻ കഴിയില്ല. ടാലി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പഠിക്കണം. അതിനാവശ്യമായ സ്കിൽ ഡെവലപ്മെന്റ് ഗവൺമെന്റ് നൽകും. ജോലി ആവശ്യമുള്ള ആളുകൾ സർവേ നടത്തി പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. ജോലി നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ അവർ ഇവരെ തെരഞ്ഞെടുക്കും. വീടിനകത്തോ വീടിനടുത്തോ തൊഴിൽ ചെയ്യാൻ സൗകര്യം. ഏറ്റവും വലിയ വർക്ക് നിയർ ഹോം എറണാകുളം സൗത്ത് മെട്രോ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് വരികയാണ്. ഇവിടെ ബഹുമാനായി ധനകാര്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അതേപോലെ പിന്നെ വർക്ക് നിയർ ഹോം സംവിധാനം ആരംഭിച്ചിരിക്കുന്നു. ഒരു വീട്ടമ്മ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അമേരിക്കൻ കമ്പനിയുടെ കണക്ക് നോക്കാൻ ഒരു 3 മണിക്കൂർ അങ്ങ് പോവും. ഒരു 100 രൂപ അവർ കൊടുക്കും. അവരുടെ 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 6500-7000 ഉറുപ്പ്യ വരും. 8400 പുതിയ കണക്ക് ബഹുമാനായ മന്ത്രി 8400 രൂപ 3 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒരു വീട്ടമ്മ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ചായ എവിടെ എന്ന് ചോദിച്ചിരുന്ന ആളുകൾ ചായ ഒരെണ്ണം എടുക്കട്ടെ എന്ന് ചോദിച്ച് തയ്യാറായി അവിടെ നിൽക്കും. അതാണ് വരുന്ന മാറ്റം. കയ്യിലേക്ക് വരുമാനം വരുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെത്. 20 ലക്ഷം പേർക്ക് തൊഴിൽ. ലോകത്താരും ചിന്തിക്കാത്ത പദ്ധതി. ആ പദ്ധതിയാണ് KDiskന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അങ്ങനെ അറിവ് അധിഷ്ഠിതമായ മേഖലയിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വ്യവസായ മേഖലയ്ക്കകത്ത് ഇവിടെ റോഷി അഗസ്റ്റിൻ MSME കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ ചിലർ പറയും ഇവിടെ ഒരു വ്യവസായവും ഇല്ല. IT ഞാൻ പറഞ്ഞല്ലോ. മറ്റു മേഖലയ്ക്കകത്ത് നോക്കൂ. ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ 20% ടേൺ ഓവർ നൽകുന്നത് കേരളത്തിലെ കമ്പനികളാണ്. ഒരു മാധ്യമവും നിങ്ങളോട് പറഞ്ഞു വരില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഹൃദയവാൽവ് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഇന്ത്യൻ ടെക്നോളജി ശ്രീചിത്ര വികസിപ്പിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തുന്ന കമ്പനി അത് കേരളത്തിലാണ്. ഏഷ്യയിലെ ആയിരുന്നു ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് കമ്പനി. ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്ലഡ് ബാഗ് കമ്പനി തെർമൽ പെൻബോൾ അത് കേരളത്തിലാണ്. കോവിഡ് ഇപ്പൊ വീണ്ടും വാർത്ത വരുന്നുണ്ടല്ലോ. കോവിഡ് സമയത്ത് ഡൈമർ ടെസ്റ്റ്, രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്നറിയാൻ ആ ടെസ്റ്റിനുള്ള കൺസ്യൂമബിൾ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും ലഭ്യമായില്ല. ആ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിലൊരു കമ്പനി അവരത് വികസിപ്പിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പേറ്റന്റ് നേടി 1.5 കോടി ഇന്ത്യക്കാർ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഡൈമർ ടെസ്റ്റ് നടത്തിയ കമ്പനി കേരളത്തിൽ കേന്ദ്രമായ ബഹുരാഷ്ട്ര കമ്പനിയായി മാറിയതാണ്. ലോകത്തിലെ 1ാമത്തെ സ്പൈസ് പ്രോസസിംഗ് കമ്പനി, ലോകത്തിലെ 2ാമത്തെ സ്പൈസ് പ്രോസസിംഗ് കമ്പനി,
ലോകത്തിലെ 3ാമത്തെ സ്പൈസ് പ്രോസസിംഗ് കമ്പനി അത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ വിക്രാന്ത് മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരളയാണ്. ഒരു ദിവസം പോലും പണി മുടങ്ങാതെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വിക്രാന്ത് നിർമ്മിച്ചു. വ്യവസായ മേഖലയിലെ ഈ മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള കൂടിച്ചേരൽ, അതിനെ ശക്തിപ്പെടുത്തൽ, അത് നവകേരളത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റികൾക്കകത്ത് പുതിയ പുതിയ ഗവേഷണ കേന്ദ്രങ്ങൾ, വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നു. 20 കോടി രൂപ ചെലവഴിച്ച് സെന്റർ ഫോർ സിന്തറ്റിക് ബയോളജി, അത് കൊച്ചി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന്. മുഖ്യമന്ത്രി നോർവേയിലേക്ക് പോയി, ഇംഗ്ലണ്ടിലേക്ക് പോയി, ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഗ്രഫീൻ എന്ന് പറയുന്നത് നൊബേൽ സമ്മാനം കിട്ടിയ കണ്ടുപിടുത്തം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തി. ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മറ്റ് 2 വിദേശ യൂണിവേഴ്സിറ്റികളുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. ഒപ്പുവച്ചിട്ട് തിരിച്ചിങ് വന്ന് അത് മറന്നു കളയുകയല്ല ഈ ഗവൺമെന്റിന്റെ രീതി. വീണ്ടും അവരുമായി ചർച്ച തുടർന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ 85 കോടി രൂപ ചെലവഴിച്ച് കേരളത്തിൽ ആരംഭിക്കുന്നു. ടാറ്റ ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് ഗ്രഫീൻ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം ഗ്രഫീൻ നിർമ്മിച്ച് ഗ്രഫീനോ എന്ന പേരിൽ വിപണിയിൽ ഇറക്കിയിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ നമുക്ക് പുതിയ പദങ്ങളായി തോന്നുന്നുവെങ്കിലും നാളത്തെ ജീവിതത്തെ ആകെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. അങ്ങനെ നാളേക്ക് വേണ്ടി അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയ വലിയ കുതിച്ചുചാട്ടം നമ്മുടെ മാനവ വിഭവശേഷി ഉപയോഗിക്കണം. 138 രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഒടുവിലത്തെ കണക്കുകൾ പറയുന്നു, ലോകത്ത് 2 രാജ്യങ്ങൾ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യം അവിടെ പോകുമ്പോൾ അവർക്ക് ജോലി കിട്ടുമതെങ്ങനെ? അവരുടെ കരുത്തുള്ളവരായി മാറി. അവർ പൊതുവിദ്യാഭ്യാസത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആർജിതമായ കരുത്ത്, അതാണ് ഏത് കമ്പനിയിലും അവർക്ക് സ്ഥാനം കിട്ടുന്നത്. അവർക്ക് ഇവിടെയും പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യം കേരളം ഒരുക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് അകത്തിക്കാൻ നവകേരളം ശ്രമിക്കുന്നു. നവകേരളത്തിന്റെ ഈ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരുന്ന തടസ്സങ്ങളെ മറികടക്കാൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഈ 7.5 വർഷം അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാന്യ MLA ഒരു വിഭജനം നടത്തി. 2016 മുൻപുള്ള കേരളം, 2016 ശേഷമുള്ള കേരളം, ആ വിഭജനം ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരള മാതൃക, ആ മാതൃകയുടെ മെച്ചങ്ങൾ ശക്തിപ്പെടുത്തി അതിന്റെ കരുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ദൗർബല്യങ്ങൾ പരിഹരിച്ച് പശ്ചാത്തല സൗകര്യ വികസനവും ലോകത്തിന്റെ മുൻപിലേക്ക് എത്താൻ കഴിയുന്ന അറിവിനെ കേന്ദ്രീകരിച്ച വൈജ്ഞാനികമായ സംവിധാനമാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ 7.5 വർഷത്തിന് അനുഭവം. ആ അനുഭവങ്ങൾക്ക് കരുത്ത് നൽകിയ കേരളത്തിന്റെ ചരിത്രത്തിലെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഈ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച് വീണ്ടും ഭൂരിപക്ഷം നേടി വീണ്ടും മുഖ്യമന്ത്രിയായി ഇതേവരെ വന്നിട്ടില്ല. ആ ചരിത്രം തിരുത്തിയ വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. ആ ചരിത്രം തിരുത്താൻ കഴിഞ്ഞത് ജനങ്ങൾ നൽകിയ കരുത്താണ്. ആ കരുത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന് മുൻപുള്ളതിനേക്കാളും കൂടുതൽ വോട്ട്, അതിന് മുൻപുള്ളതിനേക്കാളും കൂടുതൽ സീറ്റ്, കൂടുതൽ അംഗീകാരം. ആ അംഗീകാരം ഞങ്ങളെ വിനയാനിതരാക്കിയിരിക്കുന്നു. ഈ ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞങ്ങളും പങ്കെടുക്കുന്ന ഈ യോഗങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞങ്ങളുടെ ഒരു പഠന പ്രക്രിയ കൂടിയാണ്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ജനങ്ങളിലേക്ക് ഞങ്ങളുടെ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്നു. രാവിലത്തെ പ്രഭാത യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഓരോ അഭിപ്രായവും കുറിച്ചെടുക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മേശയിൽ വരുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തുന്നു. അതിൽ സമൂഹത്തിന്റെ പരിച്ഛേദമുണ്ട്, ആദിവാസി മൂപ്പനുണ്ട്, SC വിദ്യാർത്ഥിനിയുണ്ട്, വിഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട്, ഗവേഷക വിദ്യാർത്ഥികളുണ്ട്, IT വിദഗ്ധരുണ്ട്, തൊഴിലാളികളുണ്ട്, സംരംഭകരുണ്ട്, സാമുദായിക നേതൃത്വമുണ്ട്, മതമേധാവികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്. കേരളമാകെ വരുന്നു. ആ പഠന പ്രക്രിയയിലൂടെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ നവകേരളത്തെ ശക്തിപ്പെടുത്താനുള്ള പുതിയ കരുത്തുമായിട്ടാണ് വരുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.